ഇപ്പോൾ വയനാട്ടിൽ മുണ്ടക്കൈ ദുരന്തബാധിതർ വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വൈത്തിരി താലൂക്ക് ഓഫീസ് ഇപ്പോൾ ദുരന്തബാധിതർ ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. താലൂക്ക് ഓഫീസിന്റെ ഗേറ്റ് തള്ളി തുറക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഇപ്പോൾ നാട്ടുകാരും പോലീസും തമ്മിൽ വലിയ ഉന്തും തള്ളുമൊക്കെ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വാടക സർക്കാർ പ്രഖ്യാപിച്ച വാടക അത് കൃത്യമായി തന്നെ നൽകണം, 9,000 രൂപ കൃത്യമായി നൽകുക എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ദുരന്തബാധിതരുടെ പ്രതിഷേധം. ഇനിയും ഞങ്ങൾ തയ്യാറല്ല. വാടക എവിടെ സർക്കാരെ? വാടക എവിടെ സർക്കാരെ? മാസം നൽകും ഫൈസൽ നെടുമ്പാല കൂടുതൽ വിവരങ്ങൾ നൽകും. ഫൈസൽ, ദുരന്തബാധിതർക്ക് മാസങ്ങളായോ വാടക കിട്ടിയിട്ട്? ദിവ്യ, കുറെ കൃത്യമായി വാടക നൽകുന്നില്ല. അതുപോലെ സർക്കാർ പ്രഖ്യാപിച്ച ദിവസവേതനമായ 300 രൂപ നാട്ടുകാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈത്തിരി താലൂക്ക് ഓഫീസിലേക്കാണ് ഇത്തരത്തിൽ കുറെ ദിവസമായോ വാടക കിട്ടിയിട്ടുണ്ട്. 5-ാം തീയതി കിട്ടേണ്ടി തന്നെ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങള് വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ 5-ാം തീയതി മുതൽ 5-ാം തീയതി കറക്റ്റ് കൊടുക്കണോ, അല്ലെങ്കിൽ അവർ ഞങ്ങളെ പുറത്താക്കാം. ഈ വാടക എന്നല്ലേ കേട്ടാത്? ആദ്യമേ ഞങ്ങൾക്ക് അത് ചെയ്യണ്ടേ? സർക്കാർ ഇത് കൊടുക്കാന്ന് പറഞ്ഞതല്ലേ? അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ വാടക കിട്ടിയെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കും, കുടിൽ കെട്ടി കിടക്കും. മുന്നോട്ട് കുറെ ആൾക്കാർക്ക് കയറിയിട്ടില്ലേ, കുറെ ആൾക്കാർക്ക് കയറിയില്ല. എല്ലാ ജനങ്ങളും ഒന്നാണല്ലോ. ഇത് എല്ലാവർക്കും കൊടുക്കുന്നു പറഞ്ഞിട്ടാണ് വന്നത്. ഇത് പിന്നെ അവർക്ക് പറ്റിയ ആളുകൾക്ക്, ബാക്കി ഒരുപാട് ആളുകളുടെ പണി തുറന്ന് അവർക്കൊന്നും പൈസ കിട്ടിയിട്ടില്ല. മുഴുവൻ 3 മാസം മുഴുവൻ ആളുകൾക്കും ഈ 9,000 രൂപ കൊടുക്കണം. അല്ലെങ്കിൽ പൈസ തിരിച്ചു വേണ്ട, നിർത്തി വെച്ചാണ് അവർക്ക് ഇഷ്ടപ്പെട്ട പറ്റിയവർക്ക് കൊടുക്കുക. ഇല്ലെങ്കിൽ ഒരു പണി വേണ്ട, കൊടുത്ത തിരിച്ചു വേണ്ട. അപ്പൊ ഈ വാടകയും പറ്റാത്ത 9,000 പറ്റാത്തില്ലെങ്കിൽ അവിടെ ഉള്ളവർ എവിടെ വസതിക്കാൻ പോവാ, പുള്ളി പറിക്കാൻ പോവാ? ദിവ്യ, വലിയ രോഷാകുലരായിക്കൊണ്ട് തന്നെ സംസാരിക്കുന്നു. നമുക്ക് കഴിഞ്ഞ ഇത്തരത്തിൽ വാടക മുടങ്ങുക എന്ന് പറയുന്നത് വലിയ പ്രയാസം തന്നെയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം. വലിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഒരുക്കത്തിലാണ് അവരുള്ളത്. എന്നാൽ ഇത്തരത്തിൽ വാടക മുടങ്ങുമ്പോൾ അവരുടെ സാധാരണ ജീവിതത്തെ തന്നെ സാരമായി ബാധിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എനിക്ക് വാടകയില്ല, ഞാൻ വലിയ പ്രശ്നം തന്നെയാണ് സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നത്. വാടക കിട്ടുന്നില്ല, മാസം പ്രഖ്യാപിച്ച 9,000 രൂപ അതും കിട്ടുന്നില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യണമെന്ന ആശങ്ക ഇവർക്ക് നിലനിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ഫൈസൽ, എന്തായാലും ഇവരെല്ലാം ഈ സർക്കാരിന്റെ പുനരധിവാസ പട്ടികയിൽ ഇടം പിടിച്ചവർ തന്നെയല്ലേ? തീർച്ചയായും ദിവ്യ, അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇവർക്ക് എല്ലാവർക്കും തന്നെ ഈ പുനരധിവാസ പദ്ധതിയിൽ ടൗൺഷിപ്പിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ തന്നെ വീടുകൾ പണികളൊക്കെ പുരോഗമിക്കുകയാണ്. നമുക്കറിയാം, വീടിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. എന്തായാലും കുറച്ചുകൂടി കാലതാമസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായും ഈ ടൗൺഷിപ്പ് ഒക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ഇവിടെ ആളുകൾ അവിടേക്ക് മാറുന്ന ഒരു സാഹചര്യം എന്തായാലും കുറച്ചുകൂടി അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരും. ഈ കാത്തിരിക്കുന്ന കാലയളവിൽ കൂടി കൃത്യമായി വാടകയും ഉൾപ്പെടെ ഇവർക്ക് പ്രഖ്യാപിച്ച എല്ലാ സഹായങ്ങളും നൽകണമെന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അതുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സമരങ്ങൾ ഇതുവരെ ഈ ഒരു കാലയളവിൽ, ഈ ചുരുങ്ങിയ കാലയളവിൽ നിരവധി സമരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വാടക മുടങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധമായി താലൂക്ക് ഓഫീസ് ഉപരോധിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇവർ കടക്കുന്നത്. ഫൈസൽ, അവർ നേരത്തെ ഈ ദുരന്തബാധിതർ പ്രതികരിച്ചപ്പോൾ അത് ക്ലിയർ ആയിരുന്നില്ല. അവർക്ക് ഏറ്റവും ഒടുവിൽ എപ്പോഴാണ് ഈ മാസവാടകയും ഈ ദിവസവേതനവും കിട്ടിയത്? ദിവ്യ, കഴിഞ്ഞ 2 മാസത്തിലധികമായി ഇത്തരത്തിൽ വാടക മുടങ്ങിയിട്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. അതുവരെ കൃത്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വാടകയും ഇത് പറഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ച 9,000 രൂപയും ലഭിച്ചിരുന്നു എന്ന് തന്നെയാണ് ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ അവസാനമായി വന്ന ഈ ഒരു പ്രശ്നം, ഈ വാടകയുടെ കൂടെ ഇവർക്ക് പ്രഖ്യാപിച്ച 9,000 രൂപ പല ആളുകൾക്കും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പല ആളുകൾക്കും അത് ലഭിച്ചിട്ടില്ല. കൃത്യമായി ആളെ നോക്കി അല്ലെങ്കിൽ ഒരു പക്ഷാപാതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നു എന്നുള്ള അടക്കമുള്ള ആരോപണമാണ് ദുരന്തബാധിതർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സമരവുമായി നാട്ടുകാർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ദിവ്യ. യെസ് ഫൈസൽ, എന്തായാലും ഈ രീതിയിൽ മാസവാടക മുടങ്ങുന്നു എന്ന പരാതി ഉയർന്നതിന് പിന്നാലെ കഴിഞ്ഞ ആഴ്ചയോ മറ്റോ ആണെന്ന് തോന്നുന്നു മുഖ്യമന്ത്രി ഒരു കർശന നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു. വളരെ വേഗത്തിൽ തന്നെ ഈ പണവും അതുപോലെ തന്നെ മാസവാടകയും നൽകണമെന്നൊക്കെ. പക്ഷെ അതിനുശേഷവും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണോ മനസ്സിലാവുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രത്യക്ഷ സമരവുമായി ദുരന്തബാധിത രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും പ്രഖ്യാപനങ്ങളെല്ലാം പല ഘട്ടങ്ങളിലും നടക്കുന്നുണ്ടെങ്കിലും ചില ഘട്ടങ്ങളിൽ ഇത് പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇവർ വാടക വീടിലാണ്, നമുക്ക് സ്വന്തമായി വീടില്ല, ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട് ജീവൻ മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടിയ ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധി അല്ലെങ്കിൽ ജീവിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ വാടക കൂടി മുടങ്ങുമ്പോൾ വലിയ പ്രയാസമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഇവർ കടന്നിരിക്കുന്നത്. ഇവർ പറയുന്നത് ഇതൊരു സൂചന മാത്രമാണ്. ഇനിയും തുടർന്നും വലിയ തരത്തിലുള്ള സമര പോരാട്ടങ്ങൾക്ക് ഇവർ നേതൃത്വങ്ങൾക്കും സർക്കാർ പ്രഖ്യാപിച്ച ഇവർക്ക് അടിയന്തരമായി ലഭിക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി ലഭിച്ചില്ലെങ്കിൽ കൂടുതൽ സമരവുമായി മുന്നോട്ടിറങ്ങുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്.